നമ്മളിനി പോകുന്നത് കൊടൈക്കനാലിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാലക്കാടും വിടുകയാണ് ഗൈസ്. പാലക്കാട് നിന്ന് നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാട്ടോ പോകുന്നത്. നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ, അതായത് നമുക്ക് പരിചയമുള്ള, നമുക്ക് നമ്മുടെ വായിക്ക് ചേരുന്ന രുചിക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കണം. അല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. ഒന്നാമത് കണ്ണൻ കൂടെ ഉള്ളതുകൊണ്ട് അവന് ചില കാര്യങ്ങളൊക്കെ ഒത്തുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതിൽ ഉറപ്പായിരുന്നു. അങ്ങനെ നമ്മൾ വിട്ടു കേട്ടോ. കൊടൈക്കനാൽ പോകുന്നതിന് മുമ്പ് കുറേ ചുരം കയറാറുണ്ട് ഗൈസ്. വലിയൊരു ചുരമാണിത്. ഞാനിതിനു മുമ്പ് വയനാടൊക്കെ പോയിട്ടുണ്ട്. വയനാട് ചുരത്തിലൊന്നും ഇത്രത്തോളം ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് ഒന്നാമത് ചെറിയൊരു റോഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചെറിയ എന്തോ ഒരു പ്രോബ്ലം നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുക. അതുകൊണ്ട് നമുക്ക് ചുരം ആയതുകൊണ്ട് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ വിട്ടു കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ നോക്കിയപ്പോൾ അവിടെയൊക്കെ വെള്ളം കുപ്പി, അതായത് നമ്മളെ വാട്ടർ ബോട്ടിലില്ലേ 10 രൂപയുടെ കുപ്പി, 20 രൂപയുടെ കുപ്പി അങ്ങനെയുള്ള. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ കുപ്പിക്കൊക്കെ 100 രൂപ വിലയായി ഗൈസ്. പക്ഷെ ആ കുപ്പിക്കും അതേപോലെ തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു. വലിയ കുപ്പിയായിരുന്നു. വലിയ കുപ്പിയല്ല, ഒരു ക്യാനൊക്കെ നമ്മൾ എന്താ അതിന് പറയാറിയില്ല. എന്തായാലും 100 രൂപ കൊടുക്കണമായിരുന്നു. അത് നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അവിടെ പ്ലാസ്റ്റിക് നിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപാട് കുപ്പി വാങ്ങുന്നതിനെക്കാട്ടിയല്ല ഒരു കുപ്പി വാങ്ങുക, അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ബിസിനസ് മൈൻഡ്, അറിയില്ല. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മളെ കണ്ടുപെട്ട ഒരു കാര്യമാണ് ഈ വെള്ളച്ചാട്ടം ഗൈസ്. എല്ലാവരും അവിടെ ഇറങ്ങി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഏറ്റവും കുറച്ച് നേരം അവിടെ നിർത്തി, എന്നിട്ട് പറഞ്ഞു നമുക്കും പോയാലോ എന്ന്. പക്ഷെ നമ്മൾ ഈ കയറുമ്പോഴൊക്കെ നമ്മളെ ചുരത്തിൽ മുഴുവൻ മഴയായിരുന്നു കേട്ടോ. നമ്മൾ ഈ കയറ്റം കയറുന്നതൊക്കെ മഴ കൊണ്ടുകൊണ്ടാണ്. പിന്നെ നമ്മൾ എന്താ നോക്കിയില്ല, വേഗം വിട്ടു. അങ്ങനെ നമ്മൾ ആദ്യം ചെന്നത് റൂം എടുക്കാനാട്ടോ. കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ ഓൾറെഡി 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ റൂം എടുക്കാൻ വേണ്ടി ചെന്നു. റൂം എടുക്കാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ തേടി ഒരാൾ ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. ആളൊരു മലയാളിയും തമിഴനും കൂടി ആയിരുന്നു. പക്ഷേ ആളുടെ ഭാര്യ മലയാളി ആയതുകൊണ്ട് തന്നെ അയാൾ മലയാളം നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറയുന്നത് അയാൾക്കും വേഗം മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അങ്ങനെ പിന്നെ നമുക്കിനി അവിടെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി ഒരുങ്ങി പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് അവിടെയുള്ള ലേക്ക് കാണാനാണ്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ലേക്ക് കണ്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇറങ്ങാനുള്ളൊരു മൂഡില്ലാത്തതുകൊണ്ടും പിന്നെ ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് പോകാമെന്നുള്ള മൈൻഡ് ഉള്ളതുകൊണ്ടും നമ്മൾ ആദ്യം തന്നെ വന്ന് റൂം എടുത്തു. ഇനി അങ്ങോട്ട് പോകാനുള്ള തിരക്കിലാണ്. ഞാൻ ഈ ബാഗ് നമ്മളെ മലമ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് വാങ്ങിയാണ്. 100 രൂപ അങ്ങനെ എന്താ ഉള്ളായിരുന്നു. അങ്ങനെ ആ ബാഗ് കണ്ണിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആളെനിക്ക് ബാഗ് തിരിച്ച് തരുന്നതന്നില്ല. ഞാൻ ഒരുപാട് പറഞ്ഞു, പക്ഷെ ആളെനിക്ക് തരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏട്ടൻ കുട്ടീനെ എടുക്കുന്ന സമയങ്ങളിലൊക്കെ ആയിരുന്നു അവൻ എനിക്ക് ആ ബാഗ് തന്നിരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ കുറേ ഫുഡ് കിട്ടാനുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഗൈസ് എൻ്റെ കണ്ണിൽ അവിടെ കഞ്ഞുണ്ണി ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. പിന്നെ അവിടെയുള്ള ആളുകൾക്ക് ഞാൻ നോക്കിയപ്പോൾ കുറേ മുടിയുണ്ട്. അവർ നന്നായി മുല്ലപ്പൂവും ചൂടുന്നുണ്ട്. മുല്ലപ്പൂവും അതേപോലെ പലതരത്തിലുള്ള കനകാമ്പരം, പിന്നെ എനിക്ക് പൂവുകളുണ്ട്. അതൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് നല്ല രസത്തിൽ. വാങ്ങാനും അത്ര ആവശ്യക്കാരുണ്ടായിരിക്കാം. എന്തായാലും നമ്മൾ പിന്നെ ഫംഗ്ഷൻ കാര്യങ്ങൾക്കല്ലേ പൂവൊക്കെ വെക്കാറുള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ വിട്ടു. നമ്മൾ പോകുന്ന വഴികളിലൊക്കെ സൈക്കിളും കൊണ്ട് കുറേ കുട്ടികൾ കറങ്ങി നടക്കുന്നത് കണ്ടിട്ടോ. അതിൽ 2 പേർക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സൈക്കിൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ആ സൈക്കിളിൽ കയറുന്നുള്ളത് ഒരൊറ്റ വാശിയായി. ഏട്ടൻ പിന്നെ ഒന്നും നോക്കിയില്ല, നമുക്കത് എവിടെയാണുള്ളതൊന്ന് അന്വേഷിക്കാം, എന്നിട്ട് കിട്ടുകയാണെങ്കിലും നമുക്കത് ഓടിക്കാന്നുള്ള മൈൻഡിലായിരുന്നു പോയത്. നമ്മൾ പോകുമ്പോൾ ലേക്ക് നന്നായി ചുറ്റി കറങ്ങാനുണ്ട് കേട്ടോ. വലിയൊരു ലേക്കാണ്. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കച്ചവടക്കാരുണ്ട്. നമുക്ക് അവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആയ പ്രൈസിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പോയി ഒരു സൈക്കിൾ എടുത്തു. കണ്ണനും കൂടി വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള സൈക്കിളായിരുന്നു എടുത്തിരുന്നത്. അങ്ങനെ ആളെയും വെച്ച് നമ്മൾ ആ ലേക്ക് മൊത്തം ചുറ്റാണ് ഗൈസ്. ഏകദേശം 5 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. അങ്ങനെ നമ്മൾ ആ കിലോമീറ്ററൊക്കെ ചുറ്റുമ്പോൾ ഒന്നാമത് എന്താ പറയുക, നമ്മൾ അറിയുന്നില്ല നമ്മൾ അത്രയും ദൂരം സഞ്ചരിക്കുന്നത് കേട്ടോ. അതായത് സൈക്കിള് നമ്മൾ തന്നെ ചവിട്ടണമല്ലോ, നമ്മളല്ലേ എഫേർട്ട് എടുക്കുന്നത്. നമ്മൾ ഈ ബൈക്കിലൊന്നും പോകുന്ന പോലെ അല്ലല്ലോ. പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞില്ല. കാരണം ഏട്ടനും ഞാനും ഭയങ്കര സംസാരത്തിലായിരുന്നു. നല്ല തണുപ്പായിരുന്നു. നമുക്ക് വൈകുന്നേരം ആയപ്പോഴാട്ടോ അവിടെ ഭയങ്കര തണുപ്പ്, അല്ലാത്തപ്പോഴൊക്കെ അവിടെ ഭയങ്കര വെയിലാണ്. അങ്ങനെ നല്ല തണുപ്പത്ത് കണ്ണനോട് എത്ര പറഞ്ഞിട്ടും ആളെ സെറ്റ് ഇടാത്തതാട്ടോ. അല്ലാതെ നിങ്ങളിനി പാരൻസായ ഞങ്ങളെ ക്രൂശിക്കാൻ വരണ്ട. ആളെ നമ്മൾ ഒരുപാട് ഇടിക്കാൻ നോക്കി, ആൾക്കത് സെറ്റ് ആവുന്നില്ലെന്ന് ആൾ നമ്മളോട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാഞ്ഞത്. ഏട്ടൻ മാത്രമേ ഒരു ടീഷർട്ട് ഷർട്ടിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഞാനും ഒന്നും ഇട്ടിട്ടില്ല. എനിക്കും തണുപ്പിന് വലിയ കുഴപ്പമൊന്നുമില്ല.
പക്ഷെ കണ്ണൻ എന്താന്നുള്ള പാടെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എന്നാലും ആള് തീരെ സമ്മതിക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ വരാൻ നേരമായപ്പോൾ, അതായത് നമ്മളെ സൈക്കിൾ ജേണി കഴിയാനായപ്പോൾ ആൾക്ക് ഭയങ്കര തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി കേട്ടോ. ഒന്നാമത് ഫ്രണ്ടിൽ തന്നെ ആളായതുകൊണ്ട് കാറ്റ് മൊത്തം അടിച്ചത് ആളുടെ മേത്തേക്കാണ്. അപ്പോൾ അയ്യോ അമ്മ തണുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏട്ടൻ്റെ ടീഷർട്ട് ഊരിയിട്ട് അവൻ ഇട്ട് കൊടുത്തു കേട്ടോ. അതിലാൾ കംഫേർട്ട് ആയിരുന്നു, അതുകൊണ്ട് ഇടാനും സമ്മതിച്ചു. ഒന്നാമത് തണുത്തപ്പോഴാണ് ആൾക്ക് കാര്യം മനസ്സിലായത് ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ വാങ്ങി റൂമിലേക്ക് വിട്ടു.